ആ ചടങ്ങ് ദിവസം അവിടെ ഒരു അടിയന്തര യോഗമൊക്കെ കൂടിയിട്ട് ഒരു മണിയോട് കൂടിയാണ് അക്കരെ പ്രവേശിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഈ വർഷവും പങ്കെടുത്തിരുന്നു. അപ്പൊ അതില് ആ ചടങ്ങ് നടക്കുന്ന രാവിലെ ഒരു രണ്ട് മൂന്ന് ആളുകൾ അവിടെ വന്ന് അവര് ദേവസ്വത്തിന്റെ ചില ആളുകളൊക്കെ കണ്ടിട്ട് ഞങ്ങള് അത് കർണാടകയിൽ നിന്ന് വരികയാണ് എന്നാണ് ഒരാൾ പറഞ്ഞത്. അതേ അവിടെ കർണാടകയിലുള്ള ഏതൊരു മിനിമം വേജസ് ബോർഡിന്റെ ചെയർമാനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു തറവാട് കൂത്തുപറമ്പ് കോട്ടയം കോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ പൊന്നമ്പലത്ത് പാറപ്പുറം എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഒരു തറവാടുണ്ട്. ഞങ്ങളാണ് ഇവിടെ പൗരാണിക കാലത്തൊക്കെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ബാവലിക്കെട്ട് ഞങ്ങളാണ് കെട്ടിയിരുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കത് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ വന്നതാണ് എന്ന് പറയുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അവര് ദേവസ്വത്തിനൊരു അപേക്ഷ കൊടുക്കുകയോ അല്ലെ ദേവസ്വത്തിന്റെ അനുമതി തേടുകയോ ഒന്നും ചെയ്യാതെ ചില ആളുകൾ ഈ ബാവലിക്കെട്ട് കെട്ടുന്ന മന്നഞ്ചേരിയിലെ സ്ഥലത്ത് പോയി ഒരു 1-2 കല്ലൊക്കെ അവിടെ എടുത്തിട്ടിട്ട് അവരത് ബോധപൂർവം തന്നെ ചില യൂട്യൂബർമാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രചരണം വ്യാപകമായി നടന്നതിനെ തുടർന്ന് ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ അവിടുത്തെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെയും ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ നാരായണൻ അവർ അദ്ദേഹത്തൊക്കെ ബന്ധപ്പെട്ടു. അപ്പൊ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനൊരു ചടങ്ങ് ഒരു കാലത്തും ഇവിടെ നടന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചെയർമാൻ 80 വയസ്സുണ്ട്, 82 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. അദ്ദേഹം ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർവികന്മാരൊക്കെ ആ 4 തറവാട്ടുകാരാണ് ഈ ഇതിന്റെ ട്രസ്റ്റ് ബോർഡ് പാരമ്പര്യ ട്രസ്റ്റുമാർ. അവരുടെ ആരുടെ ഓർമ്മയിൽ ഇങ്ങനൊരു ചടങ്ങ് നടന്നിട്ടില്ല. കൊട്ടിയൂരിലോ അല്ലെ പരിസരത്തോ ചിട്ടയായ ആചാരങ്ങൾ നടക്കുന്ന അവിടെയുള്ള ആർക്കും ഇങ്ങനൊരു ചടങ്ങ് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ആർക്കും അറിയാത്ത ഈ ഒരു കാര്യം പെട്ടെന്ന് കുറച്ച് ആളുകൾ വന്ന് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നിഷ്കളങ്കമോ സ്വദേശപൂർണമോ അല്ല എന്ന ഒരു അഭിപ്രായം പൊതുവെ ആളുകൾക്കിടയിലുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു. അപ്പൊ അതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം ഇതിന്റെ പിന്നിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്.